നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് UAE ജോലി ചെയ്യുന്നവർ നേരിടുന്ന ഒരു വലിയ ആശങ്കയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, തൊഴിൽ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന അതിവേഗ മാറ്റങ്ങൾ. ലോകത്തെ എല്ലായിടത്തെന്ന പോലെ UAEയിലും അത് പ്രകടമാണ്. പ്രവാസികളുടെ എല്ലാം ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് സാങ്കേതിക വിദ്യയുടെ വളർച്ച, രണ്ടാമത്തേത് പൊതുവായ തൊഴിൽ വിപണിയിലെ വെല്ലുവിളികൾ. വർഷങ്ങളോളം ഗൾഫ് പ്രവാസികളുടെ ആശ്രയ കേന്ദ്രങ്ങളായിരുന്നു നഗരങ്ങളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ബാങ്കുകൾ. ശമ്പളം വാങ്ങാനും പണം നാട്ടിലേക്ക് അയക്കാനും പാസ്ബുക്ക് പുതുക്കാനും ദിവസേന നിരവധി പേർ അവിടെ എത്തിയിരുന്നു. എന്നാൽ ആ കാഴ്ച ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. വിരൽ തുമ്പിൽ നിന്ന് ലോകം മുഴുവൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ ബാങ്കുകൾക്ക് പഴയ ശാഖകളുടെ ആവശ്യമില്ലാതായിരിക്കുന്നു. UAEയിലെ പ്രമുഖ ബാങ്കുകൾ ഇതിനകം തന്നെ നിരവധി ശാഖകൾ അടച്ചുപൂട്ടി കഴിഞ്ഞു. ഫോൺ ബാങ്കിങ്ങും മൊബൈൽ ആപ്ലിക്കേഷനുകളും പണം കൈമാറ്റം വളരെ ലളിതമുള്ളതാക്കി. ഈ മാറ്റം ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമാണെങ്കിലും ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രവാസി ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നു. ബാങ്കിംഗ് മേഖലയിലെ ഉയർന്ന ശമ്പളമുള്ള ജോലി നഷ്ടപ്പെടുന്നത് പല കുടുംബങ്ങൾക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. UAEയിലെ സാമ്പത്തിക മേഖലയിൽ ഡിജിറ്റൽ വൽക്കരണം ശക്തമാകുന്നതോടെ പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. ഒരു വശത്ത് ബാങ്കിംഗ് മേഖലയിൽ അതിവേഗത്തിലുള്ള മാറ്റങ്ങൾ ദൃശ്യമാണ്. ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചത് കാരണം ഈ വർഷം മാത്രം UAEയിലെ ദേശീയ ബാങ്കുകളുടെ 38 ശാഖകളും വിദേശ ബാങ്കുകളുടെ 6 ശാഖകളും പ്രവർത്തനം അവസാനിപ്പിച്ചു. ഈ മാറ്റം ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ജീവനക്കാരുടെ തൊഴിൽ സാധ്യതകളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. കുറഞ്ഞ സ്റ്റാഫുകൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ബാങ്കുകൾക്ക് കഴിയുമെന്നതിനാൽ ഭാവിയിൽ ബാങ്കിംഗ് മേഖലയിലെ മനുഷ്യ സാന്നിധ്യം കുറയുമെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. ഈ മാറ്റം ബാങ്കിംഗ് മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പൊതുവായ തൊഴിൽ വിപണിയിലും പ്രവാസികൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നിർമ്മാണ മേഖലയിലും വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റ് സേവന മേഖലകളിലുമെല്ലാം യന്ത്രവൽക്കരണം ശക്തമാവുകയാണ്. കൂടുതൽ ജോലികൾ ഓട്ടോമേഷനിലൂടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചും ചെയ്യാൻ കഴിയുന്നതോടെ മനുഷ്യന്റെ ആവശ്യം കുറഞ്ഞു വരുന്നു. ഈ മാറ്റങ്ങൾ ഗൾഫ് പ്രവാസികളുടെ ജോലിക്കുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും. കൂടാതെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും മറ്റൊരു പ്രതിസന്ധിയാണ്. മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന ശമ്പളം കൊണ്ട് സുഖമായി ജീവിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് വീട്ടുവാടക, ഭക്ഷണം, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്കെല്ലാം വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നു. ഉയർന്ന ജീവിത ചെലവ് കാരണം പല പ്രവാസികളും തങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റിവെക്കാൻ നിർബന്ധിതരാകുന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും UAE ഭരണകൂടം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രംഗത്തുണ്ട്. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ അവർ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു. എന്നാലും പുതിയ തൊഴിൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പ്രവാസികൾ കൂടുതൽ വൈവിധ്യം ആവശ്യമായി വരുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുകയും മാറുന്ന തൊഴിൽ വിപണിക്ക് അനുസരിച്ച് സ്വയം നവീകരിക്കുകയും ചെയ്യുക എന്നത് ഇന്നൊരു നിർബന്ധിത ആവശ്യമായി മാറുന്നു. UAEയിൽ നിലവിൽ ജോലി ചെയ്യുന്ന 3-2 പേരും, അതായത് 67% ആളുകളും നിലവിലെ ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതായി ഒരു സർവേയിൽ വ്യക്തമാക്കുന്നു. ശമ്പളത്തിലെ കുറവ്, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ്, മോശം തൊഴിൽ ജീവിത സാഹചര്യം, അതായത് വർക്ക് ലൈഫ് ബാലൻസ് എന്നിവയാണ് ഈ മനോഭാവത്തിനുള്ളിലെ പ്രധാന കാരണം. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ UAE സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ട്. ഈ തൊഴിൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും പുതിയ തൊഴിൽ വൈദഗ്ധ്യങ്ങൾ നേടാനും പ്രവാസികൾ തയ്യാറാകണം. സാങ്കേതിക വിദ്യയുടെ വളർച്ച പ്രവാസ ലോകത്തെ തൊഴിൽ മേഖലയിൽ നിർണായക മാറ്റങ്ങൾ വരുത്തും. ഈ മാറ്റങ്ങൾ പ്രവാസി സമൂഹത്തിന് മുന്നിൽ പുതിയ വെല്ലുവിളികളും അവസരങ്ങളും ഒരുമിച്ച് അവതരിപ്പിക്കുന്നു. ഇവിടെ ഒരു സാധാരണ പ്രവാസി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, മാറുന്ന സാഹചര്യങ്ങളോട് പ്രവാസികൾ പൊരുത്തപ്പെടണം. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചും പ്രവാസികൾ തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തിയും തൊഴിൽ വിപണിയിലെ പുതിയ അവസരങ്ങൾ തിരിച്ചറിയണം.